കാഫിർ സ്ക്രീൻഷോട്ട് കേസിലെ പ്രതി ജിതിൻ ഭാസ്കറിനെ പോലീസ് കസ്റ്റഡി വിട്ടു. ഈ മാസം 20 വരെയാണ് കസ്റ്റഡി. ജിതിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്തു. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായിട്ട്. ഷഹീദ്, വളരെ വലിയ രാഷ്ട്രീയ വിഷയമായി തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പലിന്റെ ഒക്കെ പ്രതികരണം ഇതിൽ വന്നതാണ്. ശക്തമായ നടപടികൾ ആവശ്യമാണ്. നേരത്തെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 2 ദിവസം കൊണ്ട് തെളിയിക്കാമായിരുന്ന കാര്യമാണ് അനന്തമായി നീട്ടിക്കൊണ്ടുപോയതെന്നാണ്. എന്താണ് വിവരങ്ങൾ? കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം ഇനി തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകില്ലേ? തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ജിതിൻ ഭാസ്കറിനെ വടകര ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം അറസ്റ്റ് ചെയ്ത് കാഫിർ സ്ക്രീൻഷോട്ടിലെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്. ഇന്ന് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി. കസ്റ്റഡി 5 ദിവസത്തേക്കായിരുന്നു പോലീസ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഈ മാസം 20 വൈകിട്ട് 5 മണി വരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് വടകര കോടതിയുടെ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഈ ജിതിൻ്റെ ജാമ്യാപേക്ഷ കോടതി നൽകിയിരുന്നു. പക്ഷേ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. ഇനി കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണത്തിലെ പ്രധാനപ്പെട്ട നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. പ്രധാനമായും ഈ സ്ക്രീൻഷോട്ട് എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് അറിയേണ്ടത്. പോലീസ് കഴിഞ്ഞ ദിവസം നൽകിയ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അതായത് ഈ ജിതിൻ ഭാസ്കറോ അല്ലെങ്കിൽ ജിതിൻ ഭാസ്കറുമായി അടുത്ത ബന്ധമുള്ള ആരെങ്കിലും ഒരാളോ ആണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്ന് പോലീസ് അനുമാനിക്കുന്നുണ്ട്. റിമാൻഡ് റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ജിതിൻ ഭാസ്കറിൻ്റെ ഫോൺ നേരത്തെ തന്നെ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. പക്ഷേ ഈ ഫോണിൻ്റെ ഡാറ്റ റീസെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ജില്ലാ ഫോറൻസിക് ഓഫീസിലാണ്, അവിടെയാണ് പരിശോധന നടത്തിയത്. ഇനി സ്റ്റേറ്റ് ഫോറൻസിക് വിഭാഗത്തിന് നൽകണമെന്ന് കൂടി ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഇക്കാര്യമെല്ലാം റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വിവരങ്ങൾ ജിതിനിൽ നിന്നും എടുക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്കായിരിക്കും ഇപ്പോൾ ഈ കസ്റ്റഡി കാലയളവിൽ പോലീസ് പോവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും. ആര് നിർമ്മിച്ചു എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഇത് ആരാണ്, ജിതിനാണോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്നുള്ള വിവരമാണ് ഇനി ലഭിക്കേണ്ടത്. കസ്റ്റഡി കാലയളവിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട നടപടികളും ഉണ്ടാവുകയും ചെയ്യും. ശരി.